പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ദ്രോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. അത് മതി, അത്ര കേട്ടാ മതിയല്ലോ. ഞാൻ പ്രതിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പേര് കേസെടുത്തോട്ടെ. പോലീസിനെ വിളിച്ചു പുറത്താക്കും. പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ? അങ്ങനെ കേസെടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളെ. അത് ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട്. എല്ലാവർക്കെതിരെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും എന്ന് ഈ ഗവൺമെന്റിനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാ തരത്തിലും സംരക്ഷിക്കപ്പെടണം. സിനിമയെ കുറിച്ച് ദുഃഖിക്കുന്നവർ പാട്ടിനെ കുറിച്ച് ഇത്രയും ബഹളം വെക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. മനുഷ്യന് വഴി കൊണ്ട് നടക്കാൻ മേലുണ്ടായല്ലോ. ഞാൻ ചോദിക്കട്ടെ, പാട്ട് പാടിയാണോ പ്രശ്നം? ശബരിമല പോലെ ഒരു പരിപാവനമായ ഒരു ദൈവസ്ഥാനത്ത് ഈ കൊള്ള നടന്നയാണോ പ്രശ്നം? കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിന് മറുപടി പറയട്ടെ. അതിനു മുമ്പ് ഇവിടെ അവിടുത്തെ ആചാരം ലംഘിച്ചതാണോ പ്രശ്നം, അതോ ഈ പാട്ടാണോ പ്രശ്നം? അതല്ല ഉദ്ദേശം, മാറി. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ആർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവര് വിലക്കും. കാരണം അവരെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ